ഒരു വ്യാഴവട്ടക്കാലം ആഗോള കത്തോലിക്ക സഭയെ നയിച്ച പോപ്പ് ഫ്രാൻസിസ് ഇനി ചിരസ്മരണ. താൻ ഏറെ ഇഷ്ടപ്പെട്ട സെയിന്റ് മേരി മേജർ ബസലിക്കയിൽ കപ്പേളകൾക്കിടയിലെ തറയിൽ തീർത്ത കല്ലറയിൽ സ്വന്തം ആഗ്രഹപ്രകാരം മടക്കം. കർദിനാൾ ജിയോവന്നി ബാറ്റിസ്റ്റയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. സെയിന്റ് പീറ്റേഴ്സ് ചത്തുരത്തിലെ ശുശ്രൂഷകൾക്ക് ശേഷം മേജർ ബസലിക്കയിലേക്ക്. ബസലിക്കയുടെ കവാടത്തിൽ കുടിയേറ്റക്കാർ, തടവുകാർ, ഭവനരഹിതർ തുടങ്ങി അശരണരുടെ പ്രതിനിധികളായ 40ഓളം പേർ ചേർന്ന് റോസാപുഷ്പങ്ങൾ സമർപ്പിച്ച് ഭൗതിക ശരീരം ഏറ്റുവാങ്ങി. അന്ത്യയാത്രയിലും പാപ്പയുടെ ലാളിത്യവും അനുകമ്പയും ഓർമ്മപ്പെടുത്തൽ. ബസലിക്കയിൽ 50ഓളം പേർ മാത്രം പങ്കെടുത്ത സ്വകാര്യ പ്രാർത്ഥനാ ചടങ്ങിനൊടുവിൽ ഫ്രാൻസിസ് പാപ്പ ഓർമ്മകളിലേക്ക് മടങ്ങി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, രാഷ്ട്രപതി ദ്രൗപദി മുർമു, വിവിധ രാജകുടുംബാംഗങ്ങൾ തുടങ്ങി തലവന്മാരും പ്രതിനിധികളും ഉൾപ്പെടെ 150ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളുടെ പ്രാതിനിധ്യം ചടങ്ങിലുണ്ടായി. നാളെ മുതൽ മാർപ്പാപ്പയുടെ കല്ലറ പൊതുജനങ്ങൾക്ക് സന്ദർശിക്കാം. പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് വൈകാതെ ചേരും. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.